Hi everyone, this is Rinsi from Groww Malayalam channel. ഇപ്പോഴത്തെ മാർക്കറ്റിലെ വോളറ്റിലിറ്റി അതുപോലെ തന്നെ മാർക്കറ്റിലെ ബെറിഷ് മൂവ്മെന്റ് കൊണ്ടൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സ് നല്ലപോലെ പാനിക് ആവുന്നുണ്ട്. എസ്പെഷ്യലി എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയൊക്കെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ മാർക്കറ്റ് ഇത്രയൊക്കെ വോളറ്റൈൽ ആണെങ്കിലും ചില സ്റ്റോക്സ് ഒന്നും അവരുടെ 52 വീക്ക് ഹൈ പ്രൈസിന് അധികം ഒന്നും താഴേക്ക് പോയിട്ടില്ല. അതായത് ഇത്രയും ഒരു നെഗറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷനും റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്കുകളും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ മാർക്കറ്റ് വോളറ്റിലിറ്റിനെ ഫൈറ്റ് ചെയ്യുന്ന 5 സ്റ്റോക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ 5 സ്റ്റോക്സും അവരുടെ 52 വീക്ക് ഹൈ പ്രൈസിന് 10% താഴെ മാത്രമേ ഡൗൺ പോയിട്ടുള്ളൂ. സോ ഇന്നത്തെ ലിസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റോക്സിന്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എബോവ് 5,000 crores ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലിസ്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് വരുന്ന മാർക്കറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 20th June 2022 ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ 52 വീക്ക് ഹൈ പ്രൈസിൽ നിന്ന് ഏറ്റവും കുറവ് ഡൗൺഫാൾ വന്ന സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾ മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി കൊറോമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് അഗ്രികൾച്ചർ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് കൊറോമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ്. അപ്പോൾ അഗ്രികൾച്ചർ വാല്യൂ ചെയിനിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ സർവീസസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അവർ 52 വീക്ക് ഹൈ പ്രൈസിന് 9.79% ബിലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ഗ്ലോബൽ ഫുഡ് കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ഡയറ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓവറോൾ അഗ്രികൾച്ചർ പ്രാക്ടീസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു കമ്പനിക്ക് പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക് സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാപ്പബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ടറൊക്കെ നമ്മുടെ ഗവൺമെന്റിന് ഓവറോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പോളിസി എല്ലാം കമ്പനിക്ക് ഹെൽപ്ഫുൾ ആണ്. എന്നാലും റെഗുലേഷൻ വരുന്നത് കമ്പനിക്ക് ത്രെട്ടും കൂടിയാണ്. ഇനി ഈ ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന മെയിൻ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പ്രൈസിൽ വോളറ്റിലിറ്റി ആണ്. അതായത് റോ മെറ്റീരിയൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആവുന്നതാണ്. അപ്പൊ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെ 70% അക്കൗണ്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സബ്സിഡീസ് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയലിന്റെ പ്രൈസിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് കമ്പനിയുടെ മാർജിനെ മോശമായിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത്. അടുത്ത ഒരു കാര്യം ഇവിടെ വരുന്നത് റെഗുലേറ്റഡ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ഒക്കെ ഗവൺമെന്റിന് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ഒക്കെ ഗവൺമെന്റ് നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 904.35 rupees ആണ്. പി റേഷ്യോ വരുന്നത് 17.38 ആണ്. അപ്പോൾ പി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ റേഷ്യോ ആണ്. അപ്പോൾ പി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ ₹1 ഏൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ കൊടുത്ത് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നു, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പി റേഷ്യോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി ₹1 ഏൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് 17.38 രൂപ കൊടുത്ത് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് ഡെറ്റ് ടു ഇക്വിറ്റി ആണ്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കമ്പനിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.06 ആണ്. അടുത്ത 5 year സെയിൽസ് CAGR ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 13.76 ആണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ROE ആണ്, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്ന ഒരു മെട്രിക് ആണ്. അപ്പോൾ ഇവിടെ ROE വരുന്നത് 26.56 ആണ്. ഇനി 1 year റിട്ടേൺ വരുന്നത് -1.35 ആണ്. അതുപോലെ തന്നെ 5 year റിട്ടേൺ വരുന്നത് 16.14 ആണ്. അപ്പോൾ ഇനി നമ്മൾ 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200 DMA, ദാറ്റ് ഈസ് 200 day മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ RSI 40. ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോവ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. അതായത് ഡൗൺവേർഡ് ട്രെൻഡ് അപ്വേർഡ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. സിമിലർലി RSI വാല്യൂ എബോവ് 70 ആണെങ്കിൽ ജനറലി ഓവർബോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി ഫിനിക്സ് മിൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിന്റെ കൺസ്ട്രക്ഷൻ പിന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഓഫ് മാൾസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹോട്ടൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്.
ഇന്ത്യയിലെ ലാർജസ്റ്റ് മാൾ ഓണർ ആണ് ഈ ഒരു കമ്പനി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ മേജർ മെട്രോ സിറ്റീസിലും തന്നെ ഇവർക്ക് പ്രസൻസ് ഉണ്ട്, ലൈക്ക് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, പൂനെയിലൊക്കെ. അപ്പം ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അവിടെ 52 വീക്ക് ഹൈ പ്രൈസിൽ നിന്ന് 9.63% ബിലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അസറ്റ്സ് എല്ലാം തന്നെ ഇന്ത്യയിലെ പ്രൈം ലൊക്കേഷൻസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയുടെ മാൾസിന്റെ എല്ലാം ഒക്യുപ്പൻസി മോർ ദാൻ 85% ആണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഡെൻസിറ്റി, അപ്പം ട്രേഡിംഗ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഈ റേഷ്യോയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ മന്ത്ലി സെയിൽസിനെ മാളിന്റെ സൈസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രേഡിംഗ് ഡെൻസിറ്റി വരുന്നത് ₹950 പെർ സ്ക്വയർ ഫീറ്റ് പെർ മന്ത് ആണ്. അപ്പം ഇത് റീറ്റെയിൽ മാൾ സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹെൽത്തി നമ്പർ തന്നെയാണ്. ഇനി ഈ ഒരു കമ്പനിയുടെ റവന്യൂ പ്രൊഫൈല് മോഡറേറ്റ്ലി ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇവർക്ക് 4 മെയിൻ ബിസിനസ് ആണ് ഉള്ളത്: റീറ്റെയിൽ അസറ്റ്സ്, കൊമേഴ്ഷ്യൽ അസറ്റ്, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ റെസിഡൻഷ്യൽസ്. ഇനി ഇവരുടെ ടോട്ടൽ റവന്യൂന്റെ 75% വരുന്ന റീറ്റെയിൽ മാൾ സെഗ്മെന്റിൽ നിന്നാണ്. എന്നാലും ബാക്കി സെഗ്മെന്റ്സും ഇവരുടെ ബിസിനസ് റിസ്ക് പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെന്റൽ കളക്ഷൻ ആണ് ഈ ഒരു കമ്പനിയുടെ മേജർ റവന്യൂ സോഴ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്കണോമിക് സ്ലോ ഡൗൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗൺഫാൾ വരുമ്പോൾ അവരുടെ ഒക്യുപ്പൻസി, അതായത് റെന്റൽസ് റേറ്റ്സ്, അതുപോലെ തന്നെ ബിസിനസ് റിസ്ക് പ്രൊഫൈലൊക്കെ മോശമായിട്ടായിരിക്കും അഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ₹1084.35 ആണ്. പി റേഷ്യോ വരുന്നത് 81.5 ആണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.60 ആണ്. 5 ഇയർ സെയിൽസ് CAGR വരുന്നത് -3.97 ആണ്. ROE വരുന്നത് 4.14 ആണ്. 1 ഇയർ റിട്ടേൺ വരുന്നത് 33.90 ആണ്. 5 ഇയർ റിട്ടേൺ വരുന്നത് 19.06 ആണ്. 200 DMA വരുന്നത് 995.85 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 47.6 ആണ്. ഇനി നമ്മുടെ തേർഡ് കമ്പനി മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ് ആണ്. 1945 ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ്. ഇപ്പോൾ വേൾഡിൽ ലീഡിംഗ് ട്രാക്ടർ മാനുഫാക്ചർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അപ്പോൾ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ് അവരുടെ 52 വീക്ക് ഹൈ പ്രൈസിന് 7.11% ബിലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി ഡൊമസ്റ്റിക് ട്രാക്ടർ ഇൻഡസ്ട്രിയിലെ ഓൾമോസ്റ്റ് എല്ലാ റീജിയനിലും ലീഡർഷിപ്പ് പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 ഡീക്കേഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൺസിസ്റ്റന്റ്ലി 40% ആണ്. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ സുപ്പീരിയർ ചാനൽ റീച്ച്, അതുപോലെ തന്നെ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. അപ്പം ഇത് കൂടാതെ കമ്പനിക്ക് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ ആണ് ഈ ഒരു കമ്പനി വിത്ത് 42.7% മാർക്കറ്റ് ഷെയർ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2022. ഈ ഒരു സെഗ്മെന്റിൽ ഇവരുടെ നല്ലൊരു മാർക്കറ്റ് ഷെയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഹെൽത്തി ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി ആണ്. അപ്പം ട്രാക്ടറിന്റെ ഡിമാൻഡ് ഒക്കെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് മഴക്കാലം, അതുപോലെ തന്നെ കൃഷിനൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പം ഇപ്പൊ സീസൺ മോശമാണെങ്കിൽ, അതായത് മഴയൊക്കെ കുറവാണെങ്കിൽ അത് ട്രാക്ടറിന്റെ ഡിമാൻഡിനെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് റൂറൽ ഇൻകത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ക്രോപ്പ് പ്രൈസ്, അതുപോലെ തന്നെ നോൺ ഫാം ഇൻകം ഒക്കെ. അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കമ്പനിയുടെ സെയിൽസ്, അതുപോലെ തന്നെ ഡിമാൻഡിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് ₹982.70 ആണ്. പി റേഷ്യോ വന്ന് 19.43 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വന്ന് 1.65 ആണ്. 5 ഇയർ സെയിൽസ് CAGR വന്ന് 1.48 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വന്ന് 14.17 ആണ്. 1 ഇയർ റിട്ടേൺ വന്ന് 26.50 ആണ്. 5 ഇയർ റിട്ടേൺസ് വന്ന് 7.08 ആണ്. 200 DMA വന്ന് 865.15 ആണ്. RSI 14 വന്ന് 49.6 ആണ്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി വരുൺ ബിവറേജസ് ലിമിറ്റഡ് ആണ്. അപ്പൊ 1995 മിസ്റ്റർ രവി ജയ്പൂരിയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കമ്പനി പ്രൈമറി പെപ്സിക്കോന്റെ ഓപ്പറേഷൻ ആണ് കാറ്റർ ചെയ്യുന്നത്. കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസ് ബേസ്ഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ പെപ്സിക്കോന്റെ ലാർജസ്റ്റ് ഫ്രാഞ്ചൈസിയാണ് വരുൺ ബിവറേജസ്. അപ്പോൾ ഇത് കൂടാതെ കമ്പനിക്ക് ഇന്ത്യയുടെ പുറത്തും ഫ്രാഞ്ചൈസി ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് നേപ്പാൾ, ശ്രീലങ്ക, മൊറോക്കോ, സിംബാബ്വെ ആൻഡ് സാംബിയയിലായിട്ട്. അപ്പോൾ വരുൺ ബിവറേജസ് ലിമിറ്റഡ് അവർ 52 വീക്ക് ഹൈ പ്രൈസിന് 6.61% ബിലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയാണ് ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത്. അപ്പോൾ കമ്പനിക്ക് ഇൻഹൗസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ഫോർ ക്രൗൺ കോക്സ്, അതുപോലെ തന്നെ പ്രീ ഫോംസ്, കൊറുഗേറ്റഡ് ബോക്സസ്, ഷ്രിങ്ക് റാപ്പ് ഷീറ്റ്സ്, പ്ലാസ്റ്റിക് ക്യാപ് ക്ലോഷേഴ്സ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷെൽസ് ഒക്കെ. അപ്പം ഇത് ഫർദർ യൂസ് ചെയ്തിട്ടാണ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ബിവറേജസ് ഒക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പം ഇത് കമ്പനിക്ക് ഒരു ആഡഡ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൂടിയാണ്. കമ്പനിയുടെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ മെഷേഴ്സ്, അതുപോലെ തന്നെ ബെറ്റർ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ടൊക്കെ തന്നെ മീഡിയം ടേമിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇംപ്രൂവ് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കസ്റ്റമർ പ്രിഫറൻസ്, അതുപോലെ തന്നെ ചേഞ്ചിങ് നോംസ് ഒക്കെ കാരണം കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സെക്ടർ വളരെ വീക്കാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, അതുപോലെ തന്നെ ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് കൊണ്ടൊക്കെ എൻവറോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പം 25 ഫെബ്രുവരിയിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കമ്പനിക്കെതിരെ 9,71,00,000 പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കറന്റ്
മാർക്കറ്റ് പ്രൈസ് വന്ന് 752.35 റുപ്പീസ് ആണ്. പി റേഷ്യോ വന്ന് 59.67 ആണ്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി വന്ന് 0.82 ആണ്. 5 ഇയർ സെയിൽ CAGR വന്ന് 17.97 ആണ്. ROE വന്ന് 18.58 ആണ്. 1 ഇയർ റിട്ടേൺ വന്ന് 43.47 ആണ്. 5 ഇയർ റിട്ടേൺസ് വന്ന് 37.24 ആണ്. 200 DMA വന്ന് 633.22 ആണ്. RSI 14 വന്ന് 53.5 ആണ്. ഇന്നത്തെ നമ്മുടെ ഫിഫ്ത്ത് കമ്പനി ITC ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അതായത് FMCGs, ഹോട്ടൽസ്, സിഗരറ്റ്സ്, പേപ്പർ ബോർഡ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി പേപ്പേഴ്സ്, അഗ്രി ബിസിനസ്, IT അങ്ങനെ പലതും. ഓവർ ദ ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സെഗ്മെന്റ്സിൽ അവരുടെ ബ്രാൻഡ്സ് എല്ലാം ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ അവർ കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ITC അവരുടെ 52 വീക്ക് ഹൈ പ്രൈസിന് 6.46% ബിലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രി ബിസിനസ് യൂണിറ്റ് ആണ്. അതായത് FMCG ഫുഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ മേജർ സെഗ്മെന്റ് ആയ സിഗരറ്റ്സിലുള്ള റോ മെറ്റീരിയൽ അഗ്രി യൂണിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ഫാമേഴ്സ് ആണ് ഈ ഒരു ബിസിനസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിൽ മിനിമം സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ആണുള്ളത്. അതുപോലെ തന്നെ കമ്പനി ഹൈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ കമ്പനി ഹൈ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന എബിലിറ്റി ഉള്ള ഒരു സെഗ്മെന്റ് ആണ് സിഗരറ്റ് സെഗ്മെന്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് ബാക്കി സെഗ്മെന്റ്സ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ FMCGs, ഹോട്ടൽസ് ഒക്കെ. ഇപ്പോൾ കമ്പനിക്ക് പല റവന്യൂ സ്ട്രീംസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് റിസ്ക് പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കറന്റ് ഇവരുടെ മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗരറ്റ് സെഗ്മെന്റിലേക്കുള്ള ഇവരുടെ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. അതുപോലെ പിന്നെ ടുബാക്കോ ബിസിനസ്സും റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ആ റിസ്ക്കും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഇന്ത്യയിലെ സിഗരറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ പതുക്കെ ഡിക്ലൈൻ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ടസ് ITCക്ക് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് 264.10 റുപ്പീസ് ആണ്. പി റേഷ്യോ വന്ന് 21.35 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വന്ന് 0 ആണ്. അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 ഇയർ സെയിൽ CAGR വന്ന് 7.24 ആണ്. ROE വന്ന് 24.82 ആണ്. 1 ഇയർ റിട്ടേൺ വന്ന് 29.18 ആണ്. 5 ഇയർ റിട്ടേൺസ് വന്ന് -3.24 ആണ്. 200 DMA വന്ന് 240.95 ആണ്. RSI 14 വന്ന് 46.8 ആണ്. ഇതാണ് കറന്റ് മാർക്കറ്റ് വോളറ്റിലിറ്റിനെ ഫൈറ്റ് ചെയ്യുന്ന കമ്പനീസ്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈസ് വളരെ കുറച്ച് മാത്രം ഡൗൺ പോയ 5 കമ്പനീസ്. അപ്പം നമ്മൾ ഒന്നും കൂടി നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ഇറ്റ്സ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.